മുഖ്യധാരാ രാഷ്ട്രീയവും ന്യൂനപക്ഷങ്ങളും എന്ന വിഷയത്തിൽ കണ്ണൂരിൽ സെമിനാറിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ് തത്സമയം. അതാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വശം. അത് ഇന്ത്യയിൽ ആദ്യകാലത്ത് കാണിച്ചു കൊടുത്ത രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ഒരു നിരീശ്വരവാദിയായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു മതത്തിൻ്റെയും പ്രചാരകനായിരുന്നില്ല. ഞാൻ ഒരു നിരീശ്വരവാദിയാണ് എന്ന് പരസ്യമായി പറയുന്നതിൽ യാതൊരു വൈമുഖ്യവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. എന്നാൽ അദ്ദേഹം ഒരു വിശ്വാസത്തെയും നോവിക്കുകയോ വിശ്വാസികളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്തില്ല. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഭരണാധികാരി എന്നുള്ള നിലയിൽ ആദ്യം ഇതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു. EMS ഒരു മതനിരപേക്ഷ നിലപാടിൽ അടിയുറച്ചിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് എന്ന് കേരളത്തിൽ മാതൃക കാണിച്ച മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് EMS. EMS എല്ലാ മതവിശ്വാസികളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന 52 സർക്കാർ ഇടപെട്ടിരുന്നത്. രാജ്യത്തെ മതനിരപേക്ഷ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ഒരു ഭരണാധികാരി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിന് മാതൃക കാണിക്കുകയാണ് സഖാവ് EMS ചെയ്തിരുന്നത്. അതാണ് അന്ന് ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് വിവേചനപരമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അത് രൂഢമാനം നിലനിന്നിരുന്നത് മലബാർ പ്രദേശത്താണ്. ബ്രിട്ടീഷ് പ്രോവിൻസായിരുന്ന മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശം ബ്രിട്ടീഷ് മേധാവിത്വത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം സൃഷ്ടിച്ചിരുന്നു. അത് 57 വരെ തുടർന്നു. കോൺഗ്രസ് മദിരാശിയിൽ അധികാരത്തിൽ വന്നിട്ടും അത് തുടർന്നു. എന്നാൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1957 കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാരാണ് പള്ളികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മതന്യൂനപക്ഷങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള വിവേചനം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന പോലെ തന്നെ പള്ളികളും നിർമ്മിക്കാം എന്നുള്ള തീരുമാനമെടുത്തത്, അതുകൊണ്ട് ഇച്ഛാശക്തി കാണിച്ചത് സഖാവ് EMS ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. അതുവരെ കേരളത്തിൽ MSP ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റാണ് ആ വ്യവസ്ഥ കൊണ്ടുവന്നത്. എന്നാൽ ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചും അവരുടെ ശാരീരിക ക്ഷമതയനുസരിച്ചും പോലീസിലേക്ക് പ്രവേശനം കൊടുക്കാം, MSPയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താം എന്ന് തീരുമാനമുണ്ടാക്കിയത് 57 EMSന്റെ ഗവൺമെന്റാണ്. ഇതാണ് മതനിരപേക്ഷത എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്ന ഭരണഘടനാ തത്വം ഉയർത്തിപ്പിടിക്കുന്ന ഭരണകൂടങ്ങൾക്ക് സ്വീകരിക്കേണ്ടുന്ന മാതൃകകളാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം തികയാൻ പോവുകയാണ്. ഈ ആഗസ്റ്റ് ആകുമ്പോഴേക്ക് 70 വർഷമാണ്. ഇപ്പോഴും നമ്മൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടി വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യം തുടരുന്നൊരവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഇന്ന് വാദിക്കേണ്ടി വരികയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരോട്, മതവിഭാഗത്തിൽപ്പെട്ടവരോട് ദളിത്
വിഭാഗത്തിൽപ്പെട്ടവരോടും. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾ നടപ്പ് വരുത്താൻ 7 പതിറ്റാണ്ടുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം തികയുന്ന ഈ ഘട്ടത്തിൽ പോലും നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഭക്ഷണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണ്. ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ബീഫ് ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായും ഒരു വിവാദ പ്രശ്നമായും ഇന്ന് മാറ്റിയില്ലേ? പല സംസ്ഥാനങ്ങളിലും അടുക്കളയിൽ കയറി പരിശോധന നടത്തുകയും ബീഫ് ബിരിയാണിയിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന അവസ്ഥ രാജ്യത്ത് വന്നില്ലേ? എന്തിനധികം പറയുന്നു, കേരള ഹൗസിൽ പോലും നമ്മുടെ ഗവർണർ പോയാൽ, മുഖ്യമന്ത്രി പോയാൽ, മന്ത്രിമാർ പോയാൽ ഭക്ഷണം കഴിക്കുന്ന, ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ അടുക്കളയിൽ കയറി ബീഫ് വിളമ്പുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന അവസ്ഥ ഈ രാജ്യത്തുണ്ടായില്ലേ? കുറച്ച് വർഷം മുമ്പ് ഇങ്ങനൊരു സ്ഥിതി ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചിരുന്നുവോ? രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഭരിച്ച ഭരണകൂടങ്ങളുടെ നയങ്ങളും സ്വഭാവവുമാണ് ഇത്തരമൊരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് എത്തിച്ചത് എന്നതാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ദളിതരും എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ രാജ്യം ഭരിച്ച ഭരണകൂടങ്ങളുടെ നയങ്ങൾ, സ്വഭാവമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന വസ്തുത നാം തിരിച്ചറിയണം. ഇന്ന് രാജ്യത്താകെ മതന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും വേട്ടയാടപ്പെടുകയാണ്. ഇതിനെ വ്യത്യസ്തമായി നിൽക്കുന്നത് കേരളം പോലുള്ള 1-2 സംസ്ഥാനങ്ങളിലാണ് മതന്യൂനപക്ഷങ്ങളും ദളിതരും സുരക്ഷിതരായിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഇതിനെന്താണ് കാരണം? അവിടെയാണ് ഭരണകൂടങ്ങളുടെ വ്യത്യാസം നാം തിരിച്ചറിയേണ്ടത്. കേരളത്തിൽ അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളുടെ സ്ഥിതിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിട്ട് കഴിയുന്നു, ഈ കേരളത്തിലെ ദളിത് ജനവിഭാഗത്തിൽപ്പെട്ടവർ സുരക്ഷിതരായിട്ട് കഴിയുന്നു, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വേർതിരിക്കുന്ന സ്ഥിതി എന്തുകൊണ്ടാണ് എന്ന് പഠിക്കാതെ, നിരീക്ഷിക്കാതെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ട് ചില വിഭാഗങ്ങൾ വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ചർച്ച പൂർണ്ണമാവുകയില്ല. ഇന്ത്യയിൽ ഏകദേശം 14% മുസ്ലിം ജനസംഖ്യ. കൃത്യമായി പറഞ്ഞാൽ 14.23% ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ. മുസ്ലിം മതവിഭാഗം ഇന്ത്യയിൽ ന്യൂനപക്ഷ മതമാണ്. പക്ഷെ ന്യൂനപക്ഷ മതമാണെങ്കിലും വലിപ്പക്കുറവ് കൊണ്ടല്ല മതന്യൂനപക്ഷങ്ങൾ ഇരകളാക്കപ്പെടുന്നെന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകളുള്ളൊരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ 231 പ്രധാന പട്ടണങ്ങളിൽ മുസ്ലിം ജനസംഖ്യ 50%-ലധികമുണ്ട്. ഈ 231 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ 15 പട്ടണം ഉത്തർപ്രദേശിൽ. അദ്ദേഹം ഭരണാധികാരി കൂടിയായിരുന്നു. സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായ
പ്രവാചകനാണ് ആദ്യമായി ഇസ്ലാമിക് ഭരണസങ്കല്പം അവതരിപ്പിച്ചത്. ഉള്ളവന്റെ പണം ഇല്ലാത്തവന്റെ അവകാശമാണ് എന്ന സാമ്പത്തിക തത്വശാസ്ത്രം പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ISIS എന്നുള്ളതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന രൂപത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. മഹാനായ മുഹമ്മദ് നബി രൂപപ്പെടുത്തിയത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല. ഇന്ന് ISIS രൂപപ്പെടുത്തിയെടുക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അത് നബിയുടെ വചനങ്ങളിൽ നിന്നുള്ള, പ്രവാചകന്റെ സന്ദേശത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യതിയാനമാണ്. പ്രവാചകനെ നിരാകരിക്കുന്ന, നബിയുടെ സന്ദേശങ്ങളെ നിരാകരിക്കുന്ന വിധത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ISIS വിഭാഗം ലോകത്താകെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഭീകരതയുടെ ഒരു പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. നേരത്തെ ഇത് താലിബാൻ ആയിരുന്നു ഇതിൻ്റെ പര്യായമായി വിവക്ഷിക്കപ്പെട്ടിരുന്നത്. തീവ്രവാദം മനുഷ്യവിരുദ്ധമാണ്. തീവ്രവാദ ചിന്ത ഇസ്ലാമിക ചിന്തയുടെ നിരാകരണമാണ്. ഇസ്ലാം മതത്തിന് ഒരിക്കലും തീവ്രവാദവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല. ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് തീവ്രവാദവും ഇസ്ലാമും തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു പോകുന്നൊരു കാര്യമല്ല. മതത്തെ തീവ്രവാദികൾ മറയാക്കുകയാണ് ചെയ്യുന്നത്. മതത്തെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നാം ഇത് അനുവദിക്കാൻ പാടില്ല. ഇസ്ലാം മതത്തിന്റെ പേരിൽ ISIS തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. ഹിന്ദു മതത്തിന്റെ പേരിൽ RSS ഹിന്ദുത്വ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ് എടുക്കുന്നത്. ISISന്റെ പേരിൽ ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കുന്നതും RSSന്റെ പേരിൽ ഹിന്ദു തീവ്രവാദം പ്രചരിപ്പിക്കുന്നതും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. എല്ലാ മതത്തിന്റെ പേരിലുമുള്ള ഭീകരവാദത്തെ, തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് മാത്രമേ സമാധാനമുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മതത്തെ മറയാക്കാൻ തീവ്രവാദികളെ അനുവദിക്കരുത്. ആരാധനാലയങ്ങൾ തീവ്രവാദികളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റി നിർത്തണം. ഇപ്പോൾ ആരാധനാലയങ്ങൾ കൈവശപ്പെടുത്താനാണ് മതതീവ്രവാദികൾ ശ്രമിക്കുന്നത്. മുസ്ലിം പള്ളികൾ കൈയടക്കുക. ഇതാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പള്ളി കൈയടക്കുക. ഇനി നിലവിലുള്ള പള്ളി കൈയടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുതിയ പള്ളി ഉണ്ടാക്കുക. ഇതാണ് ഇസ്ലാമിക് മതമൗലികവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമമതാണ്. വിശ്വാസികളെയാണ് ലക്ഷ്യമിടുന്നത്. വിശ്വാസികളെ സ്വാധീനിച്ച് പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിച്ച് പള്ളികളെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിനുവേണ്ടി ആയുധ പരിശീലനം നടത്തുന്ന കേന്ദ്രങ്ങളാക്കുക, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ ആരാധനാലയങ്ങൾ വരുമെന്ന് ഒരു കാലത്ത് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടോ? മുസ്ലിം പള്ളികളെ ഇതിനു വേണ്ടി മുസ്ലിം തീവ്രവാദികൾ ഉപയോഗിക്കുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ RSS ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ സങ്കേതങ്ങളായി, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ ഇതിനുവേണ്ടി RSS ഉപയോഗിക്കുകയാണ്. ഇന്ത്യയിൽ RSS വളർന്നു വന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുടെയും പേരിലും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടും ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുമാണ് RSS ഹിന്ദുത്വ തീവ്രവാദം ശക്തിപ്പെടുത്തിയത്. രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കണം എന്ന പ്രശ്നം ഉയർത്തിപ്പിടിച്ചത്
രാമൻ ശ്രീരാമനൊരു പ്രതീകമായിരുന്നു. ഹിന്ദുമത വിശ്വാസികളായ ശ്രീരാമ ഭക്തന്മാരെ ആകർഷിക്കാനാണ് രാമക്ഷേത്രം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അയോധ്യയിലേക്ക് ഇഷ്ടിക ഘോഷയാത്രയും രാജ്യത്താകെയുള്ള കലാപങ്ങളും സംഘടിപ്പിച്ചത് രാമക്ഷേത്രം എന്ന വികാരം ഉണ്ടായിക്കൊണ്ടാണ്. വിശ്വാസത്തെ എങ്ങനെയാണ് തീവ്രവാദം ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കലാപം. രാമക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കണം എന്നൊരാശയം രൂപപ്പെടുത്തിയെടുത്തു. അതിന്റെ പരമായി ഒരു വിഭാഗത്തിനെതിരായുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നു. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ, അതിന്റെ സ്വാധീനം കേരളീയ സമൂഹത്തിൽ വളരെയധികം ഉണ്ടായി എന്നത് വസ്തുതയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യഗണങ്ങളിൽ മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഗുരു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കൂ.